ബഹുമാനിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെട്ടു എന്നുള്ള കാര്യം, അതോടൊപ്പം അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ കരുത്താർജിച്ചു എന്നുള്ള കാര്യം, അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ സുഹൃത്തുക്കൾ മാത്രമല്ല, ഇന്ത്യയുമായി പല കാര്യങ്ങളിലും യോജിപ്പ് പ്രകടിപ്പിക്കാത്ത ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ അടക്കം അംഗീകരിക്കുന്നു എന്നുള്ളത് ഗ്ലോബൽ ടൈംസിന്റെ മുഖപത്രം, ചൈനയുടെ മുഖപത്രമായിട്ടുള്ള ഗ്ലോബൽ ടൈംസ് ഇന്നലെ ലേഖനം എഴുതിയത് നിങ്ങളിൽ ചിലരെങ്കിലും ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുക. ആ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇന്ത്യയുടെ നില മെച്ചപ്പെടുത്തുന്നതിൽ അതിൽ മുഖ്യ പങ്ക് വഹിച്ച, ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ബഹുമാന്യനായിട്ടുള്ള ജയശങ്കർ. കോവിഡിന്റെ കാലത്താണെങ്കിലും യുദ്ധമുഖത്താണെങ്കിലും നമ്മുടെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോയി അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റാതെ പോയ സാഹചര്യങ്ങളിലാണെങ്കിലും, നമ്മുടെ അഞ്ചുതെങ്കിലും അതുപോലെ വിഴിഞ്ഞത്തുമൊക്കെയുള്ള മത്സ്യത്തൊഴിലാളികൾ തടവിലാകപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും അതിലൊക്കെ മലയാളികളുടെ ക്ഷേമത്തിന് അദ്ദേഹം നൽകുന്ന പരിഗണന, ആ പരിഗണന നമുക്കെല്ലാവർക്കും നേരിട്ട് അറിയുന്ന കാര്യമാണ്. ഇന്ന് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ വളരെ ബൃഹത്തായിട്ടുള്ള ജനകീയ പരിപാടിയായിട്ടുള്ള വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ നഗര മേഖലകളിലുള്ള സന്ദർശനം, ഈ യാത്രയുടെ തുടക്കം കുറിക്കുന്ന ഇന്ന് ശ്രീ ജയശങ്കർജി തിരുവനന്തപുരത്ത് ഈ പരിപാടിയിൽ സന്നിഹിതനായിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും വലിയ സൗഭാഗ്യമായിട്ട് ഞാൻ കാണുക. പ്രധാനമന്ത്രി പറഞ്ഞത്, എനിക്ക് ജനങ്ങളെ കേൾക്കാനാണ് ഈ യാത്ര. അദ്ദേഹം തന്നെ പറഞ്ഞത്, ജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതികളും പരിപാടികളും അവയുടെ ഗുണഫലങ്ങൾ, ഗുണവശങ്ങൾ ജനങ്ങളിൽ ശരിയായ രീതിയിൽ എത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ യാത്ര. ഈ യാത്ര ഞാൻ എനിക്ക് വേണ്ടി തന്നെ, എന്നെ തന്നെ പരീക്ഷയ്ക്ക് വിധേയമാക്കിയിട്ട് ആ പരീക്ഷയുടെ ഭാഗമായിട്ട് ഞാൻ കാണുന്നതാണ്. അതുകൊണ്ട് ഈ യാത്ര മറ്റു പല യാത്രകളിൽ നിന്നും വ്യത്യസ്തമാണ്. ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയും പ്രതിഷേധിക്കുന്നവരെ അടിച്ചോടിച്ചും നിർബന്ധിത പിരിവെടുത്തുമൊക്കെ നടത്തുന്ന ചില യാത്രകൾ, അങ്ങനെയുള്ള യാത്രയല്ല ഈ യാത്ര. മാത്രമല്ല, പൗരന്മാർക്ക് വേണ്ടിയുള്ള യാത്രയല്ല ഇത്. ഈ നാട്ടിലെ സാധാരണ പൗരന്മാർക്ക് വേണ്ടിയുള്ള യാത്രയാണ്. അതാണ് വികസിത് ഭാരത് യാത്ര. ഇന്നിവിടെ സാധാരണ മനുഷ്യർക്ക് ഈ യാത്രയുടെ തൊട്ടു മുമ്പ് നമ്മൾ കണ്ടു, ബഹുമാനിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ, കേന്ദ്ര ധനകാര്യമന്ത്രി, അവര് ആറ്റിങ്ങിൽ വന്നു 6000 കോടി രൂപയുടെ സാമ്പത്തിക സേവനങ്ങൾ, ആ സാമ്പത്തിക സേവനങ്ങളാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ബഹുമാനിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ വന്ന് കൈമാറിയത്. അന്ന് ആ പരിപാടിയുടെ സംഘാടകരായിരുന്ന കേരളത്തിലെ വിവിധ ബാങ്കിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ബാങ്കിംഗ് മേധാവികൾ എല്ലാവരും തന്നെ ഇന്നും ഇവിടെയുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷകരമാണ്. ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സാച്ചുറേഷൻ, ഫിനാൻഷ്യൽ ഔട്ട്റീച്ച്, അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച തിരുവനന്തപുരത്തെയും കേരളത്തിലെയും ബാങ്കിംഗ് മേഖലയ്ക്ക് നേതൃത്വം നൽകുന്ന അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ മുഴുവൻ തന്നെ അഭിനന്ദിക്കാനും നന്ദി രേഖപ്പെടുത്താനും കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇവിടെയും ഇന്ന് ഉജ്ജ്വല യോജനയുടെ ഗുണഭോക്താക്കൾക്ക് അതിന്റെ രേഖകൾ കൈമാറാനും അതോടൊപ്പം ഇൻഷുറൻസ് ക്ലെയിം ചെക്ക് കൈമാറാനും ഒക്കെയുള്ള നിരവധി പരിപാടികൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ശ്രേഷ്ഠ ദിവ്യാംഗ ബാലിക പുരസ്കാരം കിട്ടിയ ഫാത്തിമ അൻഷിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വികസിത് ഭാരത് യാത്ര എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ പരിപാടിയാണ്, ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി ജനക്ഷേമത്തിൽ താല്പര്യമുള്ള എല്ലാവരും ഈ വേദിയിലുണ്ട്, ഈ സദസ്സിലുണ്ട് എന്നെനിക്കറിയാം. വികസന വിഷയങ്ങളിൽ രാഷ്ട്രീയം കാണരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള അഭിപ്രായമാണുള്ളത്. ഇന്നലെ വികസിത് ഭാരത് യാത്രയുടെ ഞാനൊരു വാർത്ത കണ്ടു. വികസിത് ഭാരത് യാത്ര നമ്മുടെ തൃപ്പൂണിത്തുറക്കടുത്ത് മരടിൽ വികസിത് ഭാരത് യാത്ര ഉദ്ഘാടനം ചെയ്ത അവിടുത്തെ ഒരു കൗൺസിലർ, ആ കൗൺസിലറോട് അത് ഉദ്ഘാടനം ചെയ്യാൻ പോയതിന് അവരുടെ പാർട്ടി വിശദീകരണം ചോദിച്ചു എന്നാണ്
വാർത്ത കണ്ടത്. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള യാത്രകളുടെ ഭാഗമാകാൻ ആഗ്രഹിക്കും. അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജനപക്ഷ പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന യാത്ര. പദ്ധതികൾ പ്രഖ്യാപിച്ച് അങ്ങനെ പോവുകയല്ല, മറിച്ച് യഥാർത്ഥ ഉപഭോക്താക്കൾക്ക് അത് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും അത് ജനങ്ങളിൽ നിന്ന് തന്നെ അതിന്റെ ഫീഡ്ബാക്ക്, ആ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര എന്നാണ് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ആർക്കെങ്കിലും അവർക്ക് അർഹമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ യാത്ര. അതുകൊണ്ട് യഥാർത്ഥ ജനപക്ഷ വികസനത്തിൽ താല്പര്യമുള്ള ആളുകൾ, വികസനത്തിൽ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയം കാണാത്തവർ, അങ്ങനെയുള്ള ആളുകൾ വികസിത ഭാരത് സങ്കല്പ യാത്രയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ആ പാർട്ടികളുടെ പ്രവർത്തകരെയോ നേതാക്കളെയോ തടയില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ തടയുന്നവർ ഈ തരത്തിൽ ജനപക്ഷത്തുള്ള വികസനം ആഗ്രഹിക്കാത്തവരാണ് എന്ന് ജനങ്ങൾ വിലയിരുത്തിയാൽ അതിൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. നമ്മുടെ ഒരു MP പറഞ്ഞത് രാജ്യത്തെ ബാങ്കുകൾ മുഴുവൻ വികസിത ഭാരത് സങ്കല്പ യാത്ര മൂലം വലിയ സമ്മർദ്ദത്തിലാണെന്നാണ് ഒരു പരാതി പറഞ്ഞത്. കേരളത്തിലുള്ള ഒരു MP ആണ് പറഞ്ഞത്. ഈ ചില ആളുകളുടെ വലിയ അരക്ഷിതാവസ്ഥ, ആ അരക്ഷിതാവസ്ഥയാണ് ഇത്തരം പരാതികൾക്ക് പിന്നിൽ. കാരണം നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ജനങ്ങളുമായി ചേർന്നുകൊണ്ട് വികസിത ഭാരതം ഒരുക്കുന്നത് അതിൽ ആർക്കെങ്കിലും അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ വികസനം അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കാരണം വികസിത ഭാരത യാത്രയിൽ നിരവധി ജനകീയ പദ്ധതികൾ, എണ്ണിപ്പറയാവുന്ന നിരവധി ജനകീയ പദ്ധതികൾ, ആ പദ്ധതികളുണ്ട്. പെട്രോൾ ഡീസൽ സെസ് കൂട്ടിയത് ക്ഷേമ പെൻഷൻ നൽകാനാണെന്ന് പറയുകയും ക്ഷേമ പെൻഷൻ നൽകാതെ വൃദ്ധർ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം നരേന്ദ്രമോദി സർക്കാരിന്റെ കാര്യത്തിലില്ല. കേരളത്തിൽ 4 ലക്ഷത്തോളം ഗ്യാസ് കണക്ഷനുകൾ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഉജ്ജ്വല യോജനയിൽ നൽകി എന്നുള്ളത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നൽകിയിട്ടുള്ള ഉറപ്പ് പാലിച്ചു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. 1.5 കോടി മലയാളികളാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയുടെ ഗുണഭോക്താക്കൾ. ഇതിൽ 16.5 ലക്ഷം ആളുകൾ തിരുവനന്തപുരം ജില്ലയിലാണ്. വീണ്ടും ഒരിക്കൽ കൂടി നരേന്ദ്രമോദിയുടെ ഉറപ്പാണ്. ജൽജീവൻ മിഷന് കീഴിൽ 19,43,298 കുടുംബങ്ങൾക്ക് പൈപ്പ് വാട്ടർ കണക്ഷൻ നൽകി. 2.5 ലക്ഷം ശൗചാലയങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ നിർമ്മിച്ചു നൽകി. ഇങ്ങനെയുള്ള നിരവധി കണക്കുകൾ, ഞാൻ എല്ലാ കണക്കുകളും പറയുന്നില്ല. ഈ കണക്കുകൾ മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കൂടുതൽ ജനങ്ങളിലേക്ക് ഈ ക്ഷേമ പദ്ധതികൾ എത്തണം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ യാത്ര നടക്കുന്നത്. കാരണം ഈ മുടക്കുന്ന തുകയൊക്കെ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള നികുതിദായകരുടെ പണമാണ്. ഇതിൽ ഓരോ നയാ പൈസക്കും ജനങ്ങളോട് കണക്ക് പറയേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. ജനുവരി 25 വരെ നടക്കുന്ന ഈ യാത്ര രാജ്യത്തെ 2.5 ലക്ഷം ഗ്രാമപഞ്ചായത്തുകൾ, 3600-ലധികം നഗര തദ്ദേശ സ്ഥാപനങ്ങൾ ഇതെല്ലാം സന്ദർശിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. രാജ്യത്തെ 140 കോടി ജനങ്ങളെയും രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാക്കുക എന്നുള്ളത് ആണ് ഈ യാത്രയുടെ ലക്ഷ്യം. സർക്കാർ ജനങ്ങളിലേക്ക് എത്തുന്ന ഈ യാത്ര വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനായി പ്രയത്നിക്കുന്ന മുഴുവൻ ആളുകളെയും, ഉദ്യോഗസ്ഥരെയും അതുപോലെ ഉദ്യോഗസ്ഥരല്ലാത്ത മറ്റ് സാധാരണക്കാരായിട്ടുള്ള ആളുകളെയും ഒക്കെ അഭിനന്ദിക്കാൻ കൂടി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. Thank you, sir. Sri S. Jayashankar, sir. Sir, personally, I feel really happy that I got to meet you today personally. For the impeccable personality you are. Because for all the youngsters, we have been seeing through the media the contributions that you have made towards the international affairs of our country. And it is really heartwarming you have come over and you are meeting us. On this note, I welcome the Honorable Minister for External Affairs, Sri Jayashankar sir, to give opening address. Big round of applause. Thank you so much.
my ministerial colleague, Sri Muralidharan ji, Sri S. Prem Kumar ji, convener State Level Bankers Committee, Sri Manoj Kumar ji, Sri Gopakumaran Nair ji, Srimati Bhuvaneshwari ji, Sri Dayal Prasad ji, Sri Vishnu Ambarish ji, brothers and sisters. I'm very happy to come back to Thiruvananthapuram on the occasion of Vikasit Bharat Sankalp Yatra. And I want to share with you all today some of the experiences I have had and some of the thinking at the highest level of the Prime Minister about the various yojanas which will make Bharat a Viksit country. I think many of you know I have been in the government a long time. In fact, I have been in the government, I'm finishing 46 years in the government. Wait. But the last 10 years for me, 5 years as a minister and 5 years before that have been actually for me the most satisfying years. And most satisfying years because I have seen a complete change in how the government performs. And not only how the government performs, I am also looking to see how bankers perform. That if you look at the change in the government, it is something which has gone through every part today of the country. That the bureaucracy is more sensitive, that bankers are more friendly towards customers, that every public dealing organization today actually is looking at the people very, very differently. And that is actually how Vikasit Bharat will be created. Now, these 10 years, I have had the great good fortune of working very closely with the Prime Minister as a member of his cabinet. I often, when he goes abroad, I travel with him, we talk to each other. These have been some very difficult years also, where we have, during COVID, for example, we have sat together and under Prime Minister's leadership, all the ministers had discussed how should we respond to the COVID. And many of the yojanas whose results we are seeing today, I have actually seen them start from that first meeting when somebody has raised some concern, when the Prime Minister has worried about what is happening in the country. But Modi is Modi and he has tried to find a solution. So let me give you some examples, and these are my personal experiences. Pradhan Mantri Garib Kalyan Anna Yojana. I want to tell you how it started. It started in the cabinet because Prime Minister told all the ministers, please go and study what happened 100 years ago during what was at that time called Spanish flu. Thousands of people, millions of people died in this country. But he told us more people died of food shortage, of famine, than they died of the flu. And he said the first thing we should ensure is during COVID, nobody should go hungry. This, and at that time, everybody thought of COVID as a medical problem, as a health problem. He also understood that
unless we could find a way by which we could deliver food to them, make it affordable to them. That actually the main problem would not be addressed. It is from those concerns and those discussions that the Garib Kalyan Anna Yojana started. I remember very early on actually hearing from him about Ujjwala, that he actually was thinking of his own mother, of experiences he had, of people who had, as he said, you are smoking 3-4 packs of cigarette every day, the amount of smoke you are inhaling by lighting firewood in the kitchen. So from that concern, we came to Ujjwala. When I go around the world, many of the problems we face are the same problems everybody has. What are the problems? Health, water, electricity, house, education. These are not only India's problems. These are everybody's problems. It is even problem in developed world. One of the biggest problems in developed world is there are medicines, but they are too costly. So ordinary people sometimes cannot actually buy medicine. Or there is, in many cases, insurance, bima, that people do not have medical cover. They cannot get treatment because they are not insured. So if you look at what are all the needs, the key needs of the people, the last 10 years have seen every need addressed in some form. If you have health problems, health access, Jan Arogya Yojana. If you need insurance cover, the different bima schemes, to make sure that people can afford medicines. You have Jan Aushadhi. In fact, I was telling Murli ji, I was doing a program yesterday in Bangalore, and somebody called it Modi Medical. I thought it was a very good term. So, if you look at electricity, Saubhagya, if you look at Jal Jeevan Mission for power, for houses, the Awas program, for people who want to start their business, but banks, forgive my saying it, would not normally give money because they want security. So today what Mudra has done, what Swanidhi has done, it has actually been, it is a statement of trust in the people. And when you trust people, they trust back. In fact, if you look at the repayment rate of Mudra and Swanidhi in other countries, in Western countries, they don't believe that unsecured loans will be paid back. But that is today the difference in the relationship between the government and the people. This is the change that I am talking about for the last 10 years. So I am very happy today because we are close to completing 10 years of the Modi Sarkar. We have, I think, in these 10 years, done a tremendous amount to change India, to change the lives of the people. But this is a work which has only begun. You are seeing the early results of what we have tried to do. It is a work that has to go on. It has to go on if we are to create Viksit Bharat. And, again, because as foreign minister, I go around the world. The rest of the world is actually today talking about us. That they are asking today, how is it that you are able to do, because it was the same India before 10 years, 20 years, 30 years. What has changed in India? And I tell them that what has changed in India is a vision. That we are applying today
For example, because we have Aadhaar, because we have bank account. At Jan Dhan, by having bank accounts, we have actually changed not only governance, we have also changed society. By connecting it to the phone, to your mobile, we have ensured direct benefits. So we have actually used technology, but actually we have a technology in Modi ji. So that is also something which not every other country has the good fortune. So today, this change, this vision, this is today the talk of the world. That when I go abroad, people discuss international relations and diplomacy for 10 minutes. After that, they start asking me questions about India. What has changed in India? How are you able to do this? Because when you have to look at the numbers, that if you look at Garib Kal Anna Yojana is like feeding all of America and all of Europe at the same time. If you look at Mudra program, there are more beneficiaries of Mudra program than entire population of Europe. If you look at Awas, the number of people who are living in houses due to Awas program is more than the population of Japan. If you look at Ujjwala, the beneficiaries of Ujjwala are more than the population of Germany. So think, in 10 years, if you can give houses to Japan, change kitchen of Germany, look up, feed entire Europe and America, what a achievement it is. So there is today a very great deal of respect for India, respect because they look at what has been the transformation. And I want to say this, that today Modi ki guarantee is something which is not only believed in the country. Modi ki guarantee is also believed in the world. And Modi ki guarantee means good governance. It means people-centric policy. It means what Murli ji spoke about, which is if anybody is in problem abroad, whether it is somebody who goes to Saudi Arabia or UAE, or whether it is student in Ukraine, Modi ji is there for them. This is a big difference which has happened in the last 10 years. So once again, I really am very, very glad to be associated with this event today. I wish all the beneficiaries my very good wishes for all of them. And I'm very confident that with the blessings of the people, the journey that we have begun, the journey which has shown results in the next 10 years, that journey will continue, that journey will go forward, that journey will take us to Vikasit Bharat. Once again, thank you. Illarkum namaskaram. Thank you, sir. Thank you for putting in the words of the central government. അടുത്തതായി സങ്കൽപ് പ്ലഡ്ജ് ഡെലിവർ ചെയ്യാനായി ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ ശ്രീ ജയമോഹൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് എല്ലാവർക്കും എണീറ്റ് നിന്ന് പ്രതിജ്ഞ ചെയ്യാം. കൈ നീട്ടിപ്പിടിച്ച് ഞാൻ അഭിമാനത്തോടെ പ്രതിജ്ഞ ചെയ്യുന്നു, 2047ഓടെ ഇന്ത്യയെ വികസിതവും സ്വയം പര്യാപ്തവുമായ രാഷ്ട്രമാക്കും. അധിനിവേശ മനോഭാവത്തിന്റെ ഏതൊരംശവും നീക്കം ചെയ്യും. നമ്മുടെ പൈതൃകത്തെ ആഘോഷിക്കും. രാജ്യത്തിന്റെ ഐക്യത്തിനെ ഊട്ടിയുറപ്പിക്കുകയും നാടിനെ കാക്കുന്നവരെ ബഹുമാനിക്കുകയും ചെയ്യും. പൗരൻ എന്ന നിലയിലുള്ള കടമകൾ നിർവഹിക്കും. ജയ് ഹിന്ദ്. താങ്ക് യു സർ. അടുത്തതായി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ പല വെൽഫെയർ സ്കീമുകളിലും ബെനിഫിഷ്യറീസ് ആയിട്ടുള്ളവർക്ക് സാങ്ഷൻസ് ഹാൻഡ് ഓവർ ചെയ്യുന്ന ചടങ്ങാണ്.
It is a handing over of sanctions to the beneficiaries, sir, who have availed benefits under the central government schemes. And there is an opportunity for them also to share their experiences on stage. ആദ്യമായി ഹാൻഡിംഗ് ഓവർ ഓഫ് ലോൺ സാങ്ഷൻ ലെറ്റേഴ്സ് ടു ദ ബെനിഫിഷ്യറീസ്. കാനറ ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പല സ്കീമുകളിൽ പെടുത്തിയിട്ടുള്ള ലോൺ സാങ്ഷൻ ആണ് ആദ്യമായി ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അതിലേക്ക് പട്ടം 2 ബ്രാഞ്ചിലെ വിദ്യ രമേശ് ബാബു PMFME സ്കീമിൽ 9,90,000 രൂപ. Under the PMFME scheme, Vidya Ramesh Babu is given a sanction of 9.90 lakhs. The loan is granted by Canara Bank, Pattam 2 branch. അടുത്ത ബെനിഫിഷ്യറി വീണ വേണുഗോപാൽ. കാനറ ബാങ്കിന്റെ പട്ടം 1 ബ്രാഞ്ച് പ്രൈം മിനിസ്റ്റർ മുദ്ര യോജനയിൽ സാങ്ഷൻ ചെയ്തിരിക്കുന്ന 5 ലക്ഷം രൂപ. A loan amount of 5 lakhs is being granted under the Mudra scheme to Srimati Veena Venugopal by our Pattam 1 branch of Canara Bank. Next again, the beneficiary is Magic Colors. Canara Bank is a Charlie branch sanction ചെയ്തിരിക്കുന്ന 9 ലക്ഷം രൂപ. മുദ്ര യോജനയിൽ സാങ്ഷൻ ചെയ്തിരിക്കുന്ന 9 ലക്ഷം രൂപ കാനറ ബാങ്ക് ചാലി ബ്രാഞ്ച് ടു ദി യൂണിറ്റ് മാജിക് കളേഴ്സ്. അടുത്ത ബെനിഫിഷ്യറി പേരൂർക്കട കാനറ ബാങ്കിന്റെ നീനു അനിൽ 5 ലക്ഷം രൂപയാണ് മുദ്ര സ്കീമിൽ സാങ്ഷൻ ചെയ്തിരിക്കുന്നത്. The next beneficiary is Srimati Neenu Anil, who has been sanctioned with rupees 5 lakhs under the Mudra scheme. It has been sanctioned by Canara Bank Perukada branch. The next is an SSG loan sanctioned by Canara Bank Microfinance branch for an amount of rupees 15 lakhs to Ponpulleri SSG. I request all the members of the SSG to please come forward. Canara Bank's Microfinance branch 15 ലക്ഷം രൂപ SSG സ്കീമിൽ Ponpulleri SSG ക്ക് കൊടുത്ത സാങ്ഷൻ ആണ് അടുത്തത്. 15 ലക്ഷം രൂപ. Rupees 15 lakhs sanctioned to Ponpulleri SSG by our Microfinance branch of Canara Bank. Microfinance Pertipura branch of Canara Bank. Next is a PMFME loan sanctioned to the unit direct launch by our Statue branch of Canara Bank for an amount of rupees 22 lakhs. PMFME സ്കീമിൽ കാനറ ബാങ്കിന്റെ സ്റ്റാച്യു ബ്രാഞ്ച് ഡയറക്ട് ലോഞ്ച് എന്ന് പറയുന്ന ഫോമിൽ കൊടുത്തിരിക്കുന്ന 22 ലക്ഷം രൂപയുടെ സാങ്ഷൻ. Give a big round of applause to the beneficiary direct launch when Canara Bank statue branch is sanctioned 22 lakhs. അടുത്തതായി കാനറ ബാങ്ക് കിളിമാനൂർ ബ്രാഞ്ചിന്റെ 3,70,000 രൂപ PMFME സ്കീമിൽ സാങ്ഷൻ ചെയ്തിരിക്കുന്നത് വിഷ്ണുകുമാറിനാണ്. Mr. Vishnukumar has been granted an amount of rupees 3.70 lakhs by Canara Bank Kilimanur branch under the PMFME scheme. Sir, next is the handing over of free gas connection. Free gas connection to the Pradhan Mantri Ujjwala Yojana beneficiaries.
I would like to invite the beneficiaries to please come forward on the stage. The PMUY beneficiaries are ആദ്യത്തെ ആള് ഓമന വി. സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന സ്കീമിൽ പെടുന്നതിന് ഫ്രീ ഗ്യാസ് കണക്ഷൻ കിട്ടിയിരിക്കുന്ന ആദ്യത്തെ ബെനിഫിഷ്യറി ഓമന വി. അടുത്ത ബെനിഫിഷ്യറി ശ്രീമതി വസന്തതി. PMUY സ്കീമിൽ ഫ്രീ ഗ്യാസ് കണക്ഷൻ കിട്ടിയിരിക്കുന്ന അടുത്ത ബെനിഫിഷ്യറി ശ്രീമതി വസന്തതി. PMUY ബെനിഫിഷ്യറി ആയിട്ട് അടുത്തതായി വരുന്നത് ശ്രീമതി ശശികുമാരി. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയിൽ ഫ്രീ ഗ്യാസ് കണക്ഷൻ കിട്ടിയ അടുത്ത ബെനിഫിഷ്യറി ശ്രീമതി ശശികുമാരി. നമ്മുടെ അടുത്ത PMUY ബെനിഫിഷ്യറി ശ്രീമതി രാധാകുമാരി. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ബെനിഫിഷ്യറിയിൽ ഫ്രീ ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്ന അടുത്ത ബെനിഫിഷ്യറി ശ്രീമതി രാധാകുമാരി. PMUY ബെനിഫിഷ്യറി അടുത്തതായി വരുന്നത് ശ്രീമതി വിജയകുമാരി. വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഈ സഹായങ്ങൾക്കാണ് നന്ദി പറയുന്നത്. Sir, next is the insurance claim that we are giving as a check by the rubber board. For that, I would like to invite the Deputy Rubber Production Commissioner, Sri Nirmal Kumar sir, to kindly brief about the insurance claim and also invite the dignitaries to hand over the claim. This is a handing over of insurance claim check to the rubber board beneficiary. ഈ ക്ലെയിമിനെ കുറിച്ച് സംസാരിക്കാനായി ഡെപ്യൂട്ടി റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ ശ്രീ നിർമ്മൽ കുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളു. നമ്മുടെ റബ്ബർ ബോർഡ് നടപ്പിലാക്കുന്ന ഒരുപിടി നല്ല കുറെ സ്കീംസ് ഉണ്ട്. നമ്മുടെ തോട്ടം തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന ഒത്തിരി സ്കീംസ് ഉണ്ട്. അതിന് വിദ്യാഭ്യാസ പദ്ധതി, പിന്നെ അത് കഴിഞ്ഞ് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, പിന്നെ ഭവന നിർമ്മാണ പദ്ധതി. അതിൽ ഒരു പദ്ധതിയാണ് DLITGS എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ഞാൻ ഒരു ദിവസം കഴിഞ്ഞ വർഷം നമ്മുടെ ഓഫീസിൽ ഇരുന്ന സമയത്ത് നമ്മുടെ ഈ ഷൈൻ എന്ന് പറയുന്ന ഈ കുട്ടി നമ്മുടെ ഓഫീസിലോട്ട് വരാണ്. അപ്പൊ ആ കുട്ടി വന്ന ഒരു ചെറിയ റെസീറ്റുമായിട്ടാണ് എൻ്റെ ഓഫീസിൽ വന്നത്. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് ഒരു തോട്ടം തൊഴിലാളിയാണ്. ദിവസം 1000 രൂപ ചെറുകിട തോട്ടങ്ങളുടെ ടാപ്പ് ചെയ്ത് 1000 രൂപയുടെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. നമ്മുടെ റബ്ബർ ബോർഡിൽ ഒരു സ്കീമിൽ ചേർന്നിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ ഒരു ക്യാൻസർ വരികയും 3-4 മാസം കൊണ്ട് തന്നെ പുള്ളി മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ സാറിന് ഇവിടുത്തെ റബ്ബർ ബോർഡ് സ്കീമിൽ ചേർന്നു. അപ്പം ഞാൻ നോക്കുന്നത് കറക്റ്റാണ്. കഴിഞ്ഞ വർഷവും അയാൾ റിന്യൂവലൊക്കെ നടത്തി കറക്റ്റായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ മേടിച്ചു. അതിന്റെ ഫോളോ അപ്പ് നടത്തി 75,000 രൂപ നമ്മുടെ ആ ഇൻഷുറൻസ്, കാരണം നാച്ചുറൽ ഡെത്തിനും നമ്മുടെ ഈ സ്കീം പ്രകാരം നമുക്ക് അവരെ കിട്ടുന്നുണ്ട്. ഏറ്റവും വലിയൊരു പ്രയാസപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു അംഗമാണ്. വളരെ കഷ്ടപ്പെട്ട് ഇപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോയി നമ്മുടെ ദൂരദർശനായിട്ട്. അപ്പോൾ ഇപ്പോഴ് 1000 രൂപ വരെ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നത് അവരിപ്പോഴും വെറും തൊഴിലുറപ്പിൽ കിട്ടുന്ന 300 രൂപ വെച്ചാണ് 2 കുഞ്ഞു കുട്ടികളും
ഇതുമായിട്ട് ഇപ്പം കഴിഞ്ഞു പോകുന്നത്. കണ്ടെത്തുന്ന വളരെ സങ്കടം തോന്നി. ഏതാണ്ട് റബ്ബർ ബോർഡിന്റെ ആ സ്കീം പ്രകാരമുള്ള പൈസ അവരോട്ട് എത്തിച്ചു കൊടുത്തപ്പോൾ എനിക്കൊരു വലിയ സന്തോഷം തോന്നി. ചെറിയൊരു കാര്യം ചെയ്തിട്ടോ എന്നുള്ളൊരു അഭിമാനവും ഉണ്ടായി. കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു പദ്ധതി ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞത്. കേന്ദ്ര ഗവൺമെന്റിനും റബ്ബർ ബോർഡിനും പ്രത്യേകിച്ചാണ് ഈ ഒരു കാര്യം ചെയ്തത്. Thank you, sir. Sir, next is a very special function I would like to say. We are felicitating the winner of the Shrestha Divya Balika Award. And the person is none other than Fatima Anshi. I think before felicitation, I would like to speak a few words about myself. The very first thing is, before the function, I just got to interact with her. Apart from all the laurels that she has done, അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, ഇന്റർനാഷണൽ അവാർഡ്സ്, എല്ലാ കലോത്സവ വേദികളിലും നിറസാന്നിധ്യമായിരുന്നു. She has got her impeccable talent in music and musical instruments. She knows 12 foreign languages. But apart from all that, what has highlighted me is the way she has inherited the spirit in me. The way she is talking, the vibe. I just felt like I was speaking to another Malala. So I really appreciate the spirit that she has in her. I'm really happy that she has come forward and using all her talents to the best of her abilities. And I wish all future laurels to her. Over to Fatima. Greetings to the Honorable Minister of External Affairs, Mr. S. Jaishankar sir, and our Muralidharan sir, Manoj sir, and greetings to everyone who is present here. So first of all, I would like to start off by expressing how grateful I am for being provided with such an amazing opportunity to stand over here and deliver this felicitation and express my views or express myself more within this short span of time. And when it comes to speaking about me, growing up, I've had a lot of challenges that I had to overcome ever since I was born. Given the fact that I was visually impaired, there have been times where I've been told that nothing could be done by me and I could only be confined to certain aspects of life. And there have been times where I've been excluded from different opportunities. But that actually served as some sort of a driving force that urged me to prove that my my special ability or my disability doesn't define me. It's not who I am, and I have more things to offer to the world. And so from that day onwards, ever since I was a kid, I started working towards it. And right now, I was able to win various competitions, and I was able to explore myself more. I was able to acquire knowledge with the different resources that I've had access to. And now I've grown up to become a young heart with different big dreams and aspirations. And step by step, I'm actually trying to get closer and closer towards all the dreams that I wish to conquer. One of which is actually to become an IFS officer. I wanted to become an IFS officer. And as a youngster, I really wanted to become a part of a big community that strengthens India's relationship with the other different parts of the world, and to talk about all the aspects, all the peculiar aspects of our country's dynamics and all our cultural uniqueness. And I wanted to expand it towards different parts of the world. And I wish that I could do more to it as well. And speaking of which, I really am honored to actually be in the same occasion as our Jaishankar sir. I'm as someone who aspires to become a civil service officer and as an Indian foreign service officer, I just wanted to tell you how much you inspire us on behalf of everybody, all the youngsters. And I just wanted to let you know that we are so grateful for all the contributions that you have made towards this field, a field that I've always aspired to be in. And it's really a pleasure for me to
to be in the same occasion as you, sir. Thank you, sir, and thank you, Fatima. Wishing you all the very best in the future and yours, and thank you for the person you are. Next, we have the beneficiaries of the postal insurance. The first beneficiary is the Suganya Samruddhi account holder, Kumari Arundhati. The first beneficiary is Suganya Samruddhi account holder, Kumari Arundhati. I would like to invite the honorable ministers and the dignitaries on the dais to give away the beneficiary of Suganya Samruddhi account holder, Kumari Arundhati. Next is a handing over of postal life insurance bond to Sri Ramesh CR. Handing over of the postal life insurance bond, Sri Ramesh CR. Next is a beneficiary of Mahila Samman Savings Scheme, Srimati Arya SS. I would like to invite Srimati Arya SS, who is a beneficiary under the Mahila Samman Savings Scheme. Thank you. With this, we have come to the end of handing over of all the sanctions to beneficiaries. Thank you, sir. Now, I would like to invite Deputy General Manager of Canara Bank, Sri Pradeep sir, to give away the vote of thanks. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ ഇവിടെ പ്രതിപാദിച്ചതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളായ പല പദ്ധതികളുണ്ട്. അത് ശരിക്കും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തുടങ്ങിവെച്ച ഒരു യാത്രയാണ് ഈ വികസിത് ഭാരത് സങ്കല്പ യാത്ര. ജനുവരി 26 ഇന്ന് നമ്മൾ കഴിയും. ഇതിനുവേണ്ടി ഡൽഹിയിൽ നിന്നും ഇവിടെ നമ്മുടെ ജയശങ്കർ സാറ് ഇവിടെ എത്തിയിട്ടുണ്ട്. സാറ് വളരെ കാര്യമായിട്ട് നമ്മുടെ എന്തൊക്കെയാണ് കഴിഞ്ഞ 10 വർഷം ഇവിടെ നമുക്ക് എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് ഇവിടെ ചെയ്യാൻ കഴിഞ്ഞതെന്നും ഉള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഐ സിൻസിയർലി profusely thank Jaishankar sir for coming over here and inviting us. എപ്പോഴും നമ്മുടെ തിരുവനന്തപുരത്തെയും കേരളത്തിന്റെയും പരിപാടികളിൽ എപ്പോഴും നമ്മുടെ മുരളീധരൻ സാർ മന്ത്രി ഉണ്ടാവാറുണ്ട്. ഇവൻ ചെറിയ ഗ്രാമങ്ങളിലായാൽ പോലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിനെ വെഞ്ഞാറമൂട് വെച്ച് കണ്ടു. അപ്പൊ അവിടെയും എല്ലാ സ്ഥലത്തും അദ്ദേഹം ഓടി നടന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണ്. അദ്ദേഹത്തിനെ ഞാൻ നന്ദി അറിയിച്ചു. നമ്മുടെ നബാർഡിന്റെ CGM സാറുണ്ട്, ഗോപാലൻ സാറുണ്ട്. സാർ നമ്മൾ ഏത് പ്രോഗ്രാമിന് ക്ഷണിച്ചാലും സാർ വരാറുണ്ട്. സാറിനെയും ഞാൻ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിലെ ഡിസ്ട്രിക്ട് പ്രഭാരി നമ്മുടെ മനോജ് സാറെ മിക്കവാറും എല്ലാ ദിവസവും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അദ്ദേഹത്തെയും ഞാൻ നന്ദി അറിയിക്കുന്നു. നമ്മുടെ SJയുടെ മാഡം CGM മാഡം ഉണ്ട്, Bhuvaneshwari madam and her team. Always she is there to help the SLBC for each and everything. Even yesterday night also your people were there here to see whether any help is required. Thanks a lot madam for you and your entire team. നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ ലീഡ് ബാങ്ക് ആയ IOBയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഇവിടെ ഇരിക്കുന്നു. താങ്ക് യു ഫോർ ദിസ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഐ താങ്ക് എല്ലാവരെയും, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും, ഗവൺമെന്റ് ഒഫീഷ്യൽസിനെയും പൊതുജനങ്ങളെയും എല്ലാവരെയും